ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മോർണിംഗ് 6:30 to 9:30 വരെയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടുനോക്കിൻ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പവും പിന്നെ എഗ്ഗ് ബുർജി ഉണ്ടല്ലോ, മുട്ട ഇങ്ങനെ ചിക്കി പൊരിച്ചത്, അതും കൂടിയാട്ടോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ തലേ ദിവസം രാത്രി ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലത്തേക്കും കൂടി എടുക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ തലേ ദിവസം എനിക്ക് ബീഫ് കറിയും പിന്നെ ഗ്രീൻ പീസൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ഇങ്ങനെ ഈ എഗ്ഗ് ബുർജി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് ഇത് ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം 6:20 ഒക്കെ ആയപ്പോൾ അസാൻ പോയിട്ടുണ്ട്. 6:20ക്ക് മോൻ്റെ ബസ് വരും. അപ്പോൾ അവനെ താഴെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിട്ടാണ് പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഐസ ഉറക്കാട്ടോ. ഇക്ക പോകാനൊക്കെ വേണ്ടിയിട്ട് റെഡിയാകുകയാണ്. അപ്പോൾ അതിനുള്ളിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം. കറി ഉണ്ടെങ്കിൽ എളുപ്പമാട്ടോ. ഈ 6:45 ഒക്കെ ആകുമ്പോൾ ഇക്കായും പോകും. ചിലപ്പോൾ അതിന് മുന്നേ ചില ദിവസങ്ങളിൽ പോകും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ആക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ രാവിലെ അസാന എണീപ്പിച്ച് അവന് ഫുഡ് ഉണ്ടാക്കി വിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ മൊത്തത്തിലൊരു തിരക്കാവും. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം ആക്കി വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ എളുപ്പമാട്ടോ. അപ്പോൾ ഇപ്പോൾ എഗ്ഗ് ബുർജി ഉണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ 2 സവാള അങ്ങനെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതിങ്ങനെ എണ്ണ ചൂടാക്കിയിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. എന്നിട്ട് 2 പച്ചമുളക്, അപ്പം എരിവ് കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ പച്ചമുളക് കൂടുതൽ ഇട്ട് കൊടുക്കാവേ. ഞാനിവിടെ 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം കേട്ടോ. ഒരുപാട് വെന്ത് ഇങ്ങനെ കളറ് മാറി അങ്ങനെയൊന്നും വരണ്ട, ജസ്റ്റ് ഇങ്ങനെ കഴിക്കാനായിട്ട് കിടക്കുന്ന ആ ഒരു പരുവത്തിലാട്ടോ. പിന്നെ അതിലേക്ക് ഞാനൊരു മീഡിയം സൈസിലെ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല. ഞാൻ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നില്ല. ലാസ്റ്റ് കുറച്ച് ഗരം മസാല ഉണ്ടല്ലോ, അത് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അതിങ്ങനെ വേവുന്ന സമയത്ത് ഇങ്ങനെ 3 മുട്ട ഞാനിങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കിയിട്ട് വെക്കുന്നുണ്ട്. ചിലരിങ്ങനെ പാനിൽ തന്നെ മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പം ഇങ്ങനെ ഒരു ഗ്ലാസ്സിലായിട്ട് ഇങ്ങനെ മുട്ടയും ഒഴിച്ച് ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുവാണ്. ആ ഒരു സമയം കൊണ്ട് അപ്പം കൂടി ഉണ്ടാക്കി എടുക്കുവാണ്. അപ്പം ഞാനിപ്പം ചില സമയത്ത് ഇങ്ങനെ അരി ആട്ടിയിട്ട് അപ്പം ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന മാതിരിയൊക്കെ ഫീൽ വരാറുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന അരിൻ്റെ ആണോ എന്നുള്ളത് അറിയില്ല. ഞാൻ മറ്റേ ഇഡ്ഡലി ദോശ റൈസ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഒട്ടൽ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈസ്റ്റേണിൻ്റെ അരിപ്പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് തലേ ദിവസമേ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് പെർഫെക്റ്റായിട്ട് വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഒട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അവിടെ ഒഴിച്ചു കൊടുത്ത സമയത്ത് ഇങ്ങനെ ഈ സവാളയും തക്കാളിയും ഒക്കെ നന്നപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളി ഞാനൊന്നിങ്ങനെ മാഷാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിൽ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എഗ്ഗ് ഉണ്ടല്ലോ അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം ഇങ്ങനെ ഇങ്ങനെ ചിക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുത്ത് ഒന്ന് ഇതായി വരുന്ന സമയത്ത് മാത്രം ഈ സവാളയിലുമൊക്കെ മിക്സാക്കിയിട്ട് ഫുൾ ഇതാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ രാവിലെ ഈ അപ്പത്തിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമാട്ടോ. അപ്പവും ദോശയും
ഒക്കെ ആണെങ്കിൽ എളുപ്പമാണ്. ചിലപ്പോൾ ഞാൻ പുട്ടിൻ്റെതും തലേ ദിവസം പുട്ടുണ്ടാക്കിയിട്ട് പുട്ടുപൊടി അങ്ങനെ വാക്കിയിട്ട് വെച്ചിട്ടുണ്ടാകും. അതാകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്നങ്ങ് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ കൂടുതലും ഇവിടെ അപ്പവും ദോശയും അതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ അപ്പം ഉണ്ടാക്കുന്നത് ഇക്കാക്ക് അപ്പം ഇഷ്ടമല്ല, ദോശയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അപ്പം ഉണ്ടാക്കുന്നതും കുറവാണ്. എനിക്കിഷ്ടമാണ് അപ്പം, കടലക്കറി, അപ്പം, ഇങ്ങനെ മുട്ട റോസ്റ്റ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇക്കാക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അങ്ങനെ അധികം ഉണ്ടാക്കില്ല. അപ്പോൾ ഇതേപ്പം മുട്ടയൊക്കെ ചിക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും കുറച്ച് ഗരം മസാല ഉണ്ടല്ലോ, കുറച്ച്, വളരെ കുറച്ച് മാത്രം ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അപ്പവും എഗ് ബുർജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിപ്പം ഇനിയിപ്പം അത് ടിഫിനിലേക്ക് ആക്കിയിട്ട് അപ്പോൾ ഇക്ക പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അപ്പം ടിഫിനിലാക്കിയിട്ട് ഇപ്പോൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇക്ക പോയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഐസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ, അതിപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഇക്ക പോകാനൊക്കെ ഇറങ്ങിയ സമയത്ത് ഐസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയാൻ പറ്റൂലേ? എന്താ സ്മോൾ ബേബിയാ? ഇഷു ബിഗ് അല്ലേ? ഗുഡ് മോർണിംഗ് പറ. സ്മോൾ ബേബിയാ? ആഹാ, പറ്റൂലേ? ഓക്കെ. അങ്ങനെ പിന്നെ ഹാളിലേക്ക് വന്നിട്ട് കർട്ടനൊക്കെ ഒന്ന് മാറ്റി ഇട്ട് കൊടുക്കുക കേട്ടോ. കർട്ടൻ ക്ലോസ് ചെയ്തിടുമ്പോൾ ഫുള്ള് ഭയങ്കര ഇരുട്ടായിട്ടാട്ടോ കിടക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി ആ ഒരു വിൻഡോ ഒന്ന് ഓപ്പൺ ആക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഐസ കുറച്ച് നേരം അവിടെ ഇങ്ങനെ TV കാണാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പം കുറച്ച് നേരം ഒന്നിങ്ങനെ മൂഡ് ശരിയാവില്ല. അപ്പം ബ്രഷ് ചെയ്യാനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം കുറച്ച് നേരം ഒന്നിങ്ങനെ അവരൊന്ന് റിലാക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾ എഴുന്നേറ്റ് വരുവേ. അങ്ങനെ ഇപ്പം ഇച്ചിരി നേരം TV കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ TV കാണാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇവിടെ റൂമിൽ വന്ന് ഈ ബെഡൊക്കെ ഒന്ന് ഒതുക്കി ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അതൊന്ന് ഒതുക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇത് ഐസ സ്ഥിരമാക്കിയിട്ടുണ്ട്. രാവിലെ ഇക്ക പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഐസ പോകുന്ന സമയത്ത്, അസാൻ പോകുന്ന സമയത്ത് എഴുന്നേറ്റ് വരുവേ. ചിലപ്പം 5:30-ക്കൊക്കെ ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ പിന്നാലെ ആളും എഴുന്നേറ്റ് വരും. ചില ദിവസം നല്ല മൂഡിലായിരിക്കും, ചില ദിവസം കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അങ്ങനെ പിന്നെ ചില ദിവസം എൻ്റെ കൂടെ അസാനെ താഴെ കൊണ്ടാക്കാനായിട്ട് ഐസായും കൂടെ വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഐസാനെയൊക്കെ ആക്കിയിട്ട് തിരിച്ച് വരുന്ന പെട്ടെന്ന് ഇക്കാക്ക് ഫുഡാക്കുന്ന സമയത്ത് ആൾ എഴുന്നേറ്റ് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആട്ടോ. പിന്നെ ഞാൻ വിചാരിക്കും ഫുഡ് കൊടുത്തിട്ട് കിടത്താമെന്ന് വിചാരിക്കും. അപ്പോൾ ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഫുള്ള് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വന്ന് ബ്രഷ് ചെയ്യാനൊക്കെ വിളിക്കുവാണ്. അപ്പം പതിയെ അങ്ങ് കിടന്ന് കളഞ്ഞു. അപ്പം TV ഒക്കെ കാണുന്നുണ്ട് അവിടെ ഇരുന്ന്. പിന്നെ ഞാൻ പതിയെ കൊണ്ടുപോയി ബ്രഷൊക്കെ ചെയ്ത് ആളവിടെ കൊണ്ടിരുത്തിയിട്ട് ഇനിയിപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുക കേട്ടോ. എനിക്കിപ്പം ചായ വെക്കുവാണ്. രാവിലെ എനിക്ക് ചായ ഇപ്പോൾ നിർബന്ധമാണ്. വൈകിട്ട് അങ്ങനെ കഴിക്കില്ല കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് വൈകിട്ട് അങ്ങനെ ചായ ഇടില്ല. ചിലപ്പോൾ ഇക്കാക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചായ എടുത്തുള്ളൂ. അപ്പം ചായയൊക്കെ റെഡി ആയിട്ട് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പവും ചുട്ടെടുക്കുവാണ്. അപ്പോൾ ഈ ഒരു അരിപ്പൊടിയിലുണ്ടാക്കിയപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് അസാന് ഫ്രൂട്ട് ബോക്സിൽ കൊടുത്തു വിട്ടിട്ട് കുറച്ച് ഗ്രേപ്സ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഐസാക്ക് ആക്കി കൊടുക്കുവാണ്. അപ്പോൾ ഗ്രേപ്സ് കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കറിയല്ല, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് പ്ലേറ്റിൽ വെച്ച് കൊടുക്കില്ല. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആകെ ബഹളമാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റിൽ വെച്ചിട്ട് പതിയെ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് അതിങ്ങനെ ആക്കിയിട്ട് കൊടുക്കും കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തിരിഞ്ഞ സമയത്ത് കുറച്ച് ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുട്ട ആയതുകൊണ്ട് പിന്നെ എന്തോ ഭാഗ്യത്തിന് അങ്ങ് ഇഷ്ടമായി, കുഴപ്പമില്ല കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഫുള്ള് ഇതൊന്ന് ഒതുക്കി വെക്കാം. എന്നിട്ട് പിന്നെ ചോറ് ഞാൻ ഇപ്പോൾ വെക്കില്ല കേട്ടോ. കാരണം ആരും ചോറും കൊണ്ടുപോവില്ല, അവസാനം കൊണ്ടുപോകണ്ട, ഇക്കായും ചോറും കൊണ്ടുപോവില്ല. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. അത് കഴിക്കുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആകും. അപ്പോൾ അതുകൊണ്ട്
പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ ഫുഡ് കഴിക്കില്ല, പിന്നെ വന്നിട്ട് തന്നെ കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് ഞാൻ ഇപ്പം കുറച്ച് കഴിഞ്ഞ് ഐസായി കിടത്തി ഉറക്കിയിട്ട് ഒരു 11 മണി 11:30 ആകുമ്പോഴാണ് പിന്നെ അടുത്ത ചോറൊക്കെ വെക്കാനായിട്ട് കയറുന്നത് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഫുള്ളൊന്ന് ഒതുക്കി വൃത്തിയാക്കിയിട്ട് ഇടുവാണേ. സിങ്കം ഒക്കെ ക്ലീനാക്കിയിട്ട് അപ്പോഴപ്പോഴുള്ളത് അപ്പോഴപ്പോഴും ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമാണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ കിടക്കുമ്പോൾ ആകെ ഇന്ന ജോലി ചെയ്യാനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട് എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടാകെ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ ആ ഒരു വാളും ഒക്കെ ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. ആ ടൈൽസിലൊക്കെ നമ്മൾ പാത്രം കഴുകുമ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ ഇങ്ങനെ വീണു പോകുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലായിടവും ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പം കിച്ചണൊക്കെ ഫുള്ള് വൃത്തിയാക്കിയിട്ട് പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയും കൂടെ ഇടുന്നുണ്ട്. തുടയ്ക്കുന്നില്ല, തൂത്ത് ആ ഒരു മാറ്റൊക്കെ തട്ടിക്കുടഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലെപ്പോഴും നമ്മളിങ്ങനെ ചവിട്ടിയിട്ടൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഫുള്ള് പൊടിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഫുള്ളൊന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് ഇടുവാണ്. അപ്പം കിച്ചൺ എപ്പോഴും വൃത്തിയായി കിടക്കുമ്പോഴേക്കും നമുക്ക് കുക്ക് ചെയ്യാനും പിന്നെ കിച്ചണിലേക്ക് കയറാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റും ഒരു പോസിറ്റിവിറ്റിയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എപ്പോഴും വൃത്തിയാക്കി ഇടുമ്പോഴേക്കും നമുക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുമേ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇങ്ങനെ ഫുള്ളൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഫുള്ളൊന്ന് തൂത്തെടുത്തപ്പോൾ തന്നെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഞാനിങ്ങനെ തൂത്ത് വൃത്തിയാക്കിയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പണി ഉണ്ടാവില്ല. പിന്നെ രാവിലെ പെട്ടെന്ന് ഇതൊക്കെ ആക്കുമ്പോഴത്തേക്കും ചിലപ്പം കറിവേപ്പിലയും മല്ലിയിലയും അതൊക്കെ താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് പിന്നെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇടുന്നത്. അപ്പം ഫുള്ളൊന്ന് ഇതാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഐസായെ ഒന്ന് കൊണ്ട് കിടത്തി ഉറക്കിയിട്ടുണ്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പോൾ ഐസ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ചിലപ്പം ഇങ്ങനെ എഡിറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് നേരം ഒന്നിരുന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.